നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ? റവയും ബ്രെഡും ഒക്കെ ചേർത്തുള്ള ഒരു അടിപൊളി സ്വീറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതിനെ കേസരിന്നോ ബർഫിന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ അടിപൊളി സ്വീറ്റ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് മധുരമില്ലാത്ത ബ്രൗൺ ബ്രെഡാണ്. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. മധുരമുള്ളതോ ഇല്ലാത്തതോ, അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡോ അതല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് കളറിലുള്ള ബ്രെഡോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ മധുരമില്ലാത്ത ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ മുരിഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിതിൻ്റെ ഈ നടുവിലുള്ള ഈ വൈറ്റ് കളറിലുള്ള പോർഷൻ മാത്രം മതി. അതുകൊണ്ട് ഈ സൈഡിലുള്ള ഈ ബ്രൗൺ കളറായിട്ടുള്ളതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കണം. ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് ചൂടാക്കുകയൊന്നും വേണ്ട. മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. 1/4 കപ്പ് പഞ്ചസാര കുറച്ച് ഏലക്കയോടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഒരു 4-5 ഏലക്കയോടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് നെയ്യ് വേണം. ഒരു 2 കപ്പ് പാല് വേണം. ഈ പാല് വേണമെങ്കിൽ 1 കപ്പ് പാലും 1 കപ്പ് ചൂടുവെള്ളവും എടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മധുരം ഇല്ലാത്ത ബ്രെഡാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ 1/4 കപ്പ് പഞ്ചസാര മുഴുവൻ ചേർക്കാം. എന്നാൽ മധുരമുള്ള ബ്രെഡാണെങ്കിൽ ഇതിൻ്റെ പാതി മാത്രം ചേർത്താൽ മതി. ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നട്ട്സ് വറുത്ത് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വറുത്ത് ചേർക്കുന്നത് നല്ലതായിരിക്കും. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ടേസ്റ്റ് നന്നായിട്ട് വരും ഈ നട്ട്സ് കൂടി ഒന്ന് വറുത്ത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ പീനട്ടോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞ ശേഷം ഇത് നെയ്യിൽ നിന്നൊന്ന് മാറ്റുക. ഇതൊന്ന് ക്രഷ് ചെയ്ത് വെക്കണം നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടി. അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. തീ ഒരുപാട് കൂട്ടിയിടേണ്ട. ഒരു മീഡിയം രീതിയിൽ തീ ഇട്ടതിന് ശേഷം റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കളറൊന്നും മാറണ്ട. ആ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. ഈ റവയൊന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ തണുത്ത പാൽ ഒഴിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഈ ചൂടുള്ള പാൽ ഒഴിക്കുമ്പോൾ റവ ഒന്ന് വെന്ത് വരും. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ചൂടോടെ ചേർക്കാൻ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ ആ റവ വെന്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മധുരമില്ലാത്ത ബ്രെഡ് ആയതുകൊണ്ട് ഈ 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾ മധുരമുള്ള ബ്രെഡാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ എടുത്തിരിക്കുന്ന പഞ്ചസാരയുടെ പാതി മാത്രം എടുത്താൽ മതി. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചേരുവയും ഞാൻ ഒരേ അളവുള്ള കപ്പിലാണ് അളന്നിരിക്കുന്നത്. പഞ്ചസാരയും റവയും എല്ലാം ഒരേ അളവുള്ള കപ്പിലാണ് അളന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് എന്നൊക്കെ പറയുന്നത്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ബ്രെഡും അതിലേക്ക് നന്നായിട്ടങ്ങ് വെന്ത് ചേരും. ഒരല്പം പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഒന്ന് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കളർ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയിരിക്കുന്ന പാലിലേക്ക് അത് ചേർത്തിട്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചേർക്കണം എന്നില്ലെങ്കിൽ ആ ബാക്കിയിരിക്കുന്ന പാല് ഇതിലേക്ക് ചേർത്താൽ മതി. വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ ഫുഡ് കളർ പാലിലൊന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും കട്ടിയില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ചേർക്കുന്ന പാലിൻ്റെ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി.
നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 സ്പൂൺ നെയ്യാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നെയ്യുടെയും അതുപോലെ പാലിൻ്റെയും ഒക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മുടെ അടിപൊളി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും. നമ്മൾ റവയും ബ്രെഡും ഒക്കെ വെച്ച് തയ്യാറാക്കിയ നല്ല അടിപൊളി സ്വീറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇത് കേസരിന്നോ അല്ലെങ്കിൽ ബർഫിന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. ഇപ്പോൾ ബ്രെഡൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും പറയണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.